Hi friends, welcome back to Without Win. Today I am going to discuss about Mossberg spectroscopy. It's one of the important topic for NET exam, GATE exam, and of course for scientific officer exam. Okay, so I have tried to include all the points in this single video from basic to the exam point of level. Okay, so let's start. So here, like every spectroscopy method, there is some kind of rays are using. So in this spectroscopy, in this Mossberg spectroscopy, gamma rays are using. Okay. So ഒരു പേര് കൂടെ ഉണ്ട് ഗാമ റേ സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, സോ ഹിയർ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നത് ഗാമ റേസ് ആണ്. ഓക്കെ, ദെൻ ഹിയർ നമ്മൾക്ക് രണ്ട് സ്റ്റേറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ മെയിൻ ആയിട്ട് ഇവിടെ നടക്കുന്നത് ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് എ സെക്കൻഡ് പോയിന്റ്. ആൻഡ് നമുക്ക് സോളിഡ് സ്റ്റേറ്റിൽ മാത്രമേ മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പി പോസിബിൾ ആയിട്ടുള്ളൂ. ഓൺലി ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. സൊല്യൂഷനിലൊന്നും ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഓൺലി പോസിബിൾ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. ദെൻ ഹിയർ ട്രാൻസിഷൻ ന്യൂക്ലിയർ എനർജി ലെവലിലാണ് ട്രാൻസിഷൻ നടക്കുന്നത്. ESR സ്പെക്ട്രം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ഇലക്ട്രോണിക് എനർജി ലെവൽ, റൈറ്റ്? സോ ഹിയർ ഇറ്റ് ഈസ് ന്യൂക്ലിയർ എനർജി ലെവലാണ്. അതുപോലെ എല്ലാ എലമെന്റ്സും ഒന്നും മോസ്ബെർ ആക്റ്റീവ് ആയിരിക്കില്ല. There are some specific elements which are using for the this Mossberg spectroscopy, like iron 57, cobalt 57, like some are there which are Mossberg active. Okay, സോ ഇത്രയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഗാമ റേസ് ആണ് യൂസ് ചെയ്യുന്നത്, രണ്ട് സ്റ്റേറ്റും ഉണ്ട്. അതുപോലെ സോളിഡ് സ്റ്റേറ്റിൽ മാത്രമാണ് എടുക്കുന്നത്, ആൻഡ് ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയർ എനർജി ലെവൽ. ഓക്കെ, സോ എന്താണ് ഇവിടെ നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ലൈക്ക് എക്സാമ്പിൾ ഒരു കൊബാൾട്ട് 57. ഓക്കെ, ഇറ്റ്സ് മോസ്ബെർ ആക്റ്റീവ് ആണ്. സോ ഇതിൽ നമ്മൾ ഇലക്ട്രോൺ ക്യാപ്ചറിങ് നടക്കുന്ന സമയത്ത്, വെൻ ഇറ്റ്സ് ക്യാപ്ചർ ആൻ ഇലക്ട്രോൺ, വാട്ട് ഹാപ്പൻസ്? സോ കൊബാൾട്ട് 57 പ്രോട്ടോൺസ് 27ഉം ന്യൂട്രോൺസ് 30 ആണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ഒരു ഇലക്ട്രോൺ വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ? ഈ ഒരു പ്രോട്ടോണും ഇലക്ട്രോണും കൂടി ഇന്ററാക്ട് ചെയ്തിട്ട് ദർ ഇസ് എ ന്യൂട്രോൺ ഫോർമേഷൻ. ഓക്കെ, അപ്പം നമ്മൾ പ്രോട്ടോൺ നമ്പർ 27 നിന്നും ഒന്ന് കുറയും, ഇറ്റ് ബിക്കംസ് 26 ആൻഡ് ന്യൂട്രോൺ ബിക്കംസ് 31. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ്. ഓക്കെ, അങ്ങനെ എന്താവും അത്, ഹെൻസ് ഇറ്റ് ബിക്കം 57 തന്നെയാണ് ആവുന്നത്. അങ്ങനെ ഇറ്റ്സ് ഗെറ്റ് എക്സൈറ്റഡ് ഇൻ ടു അയൺ 57. ഓക്കെ, ദിസ് ഇസ് എ തിങ്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വരുന്നത് അയൺ 57 ആണ്. സോ ഇറ്റ്സ് ക്വൈറ്റ് അൺസ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് ഗാമ റേനെ എമിറ്റ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തന്നെ വരും. ഓക്കെ, ഇറ്റ്സ് കംസ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് ബൈ എമിറ്റിംഗ് ദ ഗാമ റേസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അയൺ 57 ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സോഴ്സും അബ്സോർബറും സെയിം ആയിരിക്കും. ബോത്ത് ആർ അയൺ 57. ഓക്കെ, സോ ഇറ്റ്സ് എമിറ്റഡ് ഗാമ റേസ്, ആൻഡ് ഈ എമിറ്റ് ചെയ്ത ഗാമ റേസിനെയാണ് നമ്മൾ അബ്സോർബർ എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അത് അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് ഇൻ ടു അയൺ 57. ദാറ്റ് ഈസ് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. അപ്പോൾ സോഴ്സ് ഉണ്ട്, അബ്സോർബർ ഉണ്ട്, ബോത്ത് ആർ സെയിം ഹിയർ, ഓൺലി സ്റ്റേറ്റ് ഈസ് ഡിഫറെൻറ്റ്. അതായത് വൺ ഈസ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ദ അതർ വൺ ഈസ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് എമിറ്റ് ചെയ്യുന്ന ഗാമ റേസിനെ ദിസ് അബ്സോർബർ അബ്സോർബ് ചെയ്തിട്ട് അഗൈൻ ഇറ്റ് ഗെറ്റ്സ് എക്സൈറ്റഡ്. ദാറ്റ് ഈസ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദിസ് കേസ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ നിൽക്കുന്നത്? ഈ ഗാമ റേനെ എമിറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഗാമ റേ ഫ്ലൂറസെൻസ്. ഓക്കെ, അങ്ങനെ ഈ ഗാമ റേനെ എമിറ്റ് ചെയ്ത ഗാമ റേനെ ഈ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് വാട്ട്സ് ഹാപ്പനിങ്? ഗാമ റേ റെസണൻസ് ആണ് നടക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതിന് എന്തും പറയുന്നുണ്ട്? ഗാമ റേ റെസണൻസ് സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, സോ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, അപ്പം നമ്മൾ ഈ വരുന്ന എമിറ്റ് ചെയ്യുന്ന ഗാമ റേസിന്റെ എനർജി എന്തായിരിക്കണം? 14.4 കിലോ ഇലക്ട്രോ വോൾട്ട് KeV. അപ്പൊ ഇത്രയും ഒരു എനർജി വരുന്ന സമയത്ത് മാത്രമേ അബ്സോർബർ എന്ത് ചെയ്യുന്നുള്ളൂ? അബ്സോർബ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ
ഗാമ റേസിന്റെ എനർജി എന്തായിരിക്കണം? 14.4 കിലോ ഇലക്ട്രോൺ വോൾട്ട്. പ്ലീസ് റിമെമ്പർ ദിസ് പോയിന്റ് ബിക്കോസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് സ്പെക്ട്രം ഒബ്സർവ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി ആൻഡ് വൈ ആക്സിസിൽ ഗാമ കൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ ഹിയർ? സി, നമ്മൾ ഫസ്റ്റ് എന്താവുന്നുണ്ട്, എനർജി നമ്മൾ പറഞ്ഞു 14.4 എത്തുന്ന സമയത്താണ് ദർ ഇസ് എ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സഡൻ ഡ്രോപ്പ് ഉണ്ടാവും ഫ്രീക്വൻസിയിൽ ആൻഡ് വിൽ ബിക്കം ലൈക്ക് ദിസ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്പെക്ട്രം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, എനർജി ഓഫ് ഗാമ റേസ് 14.4 കിലോ ഇലക്ട്രോ വോൾട്ട് ആണ് വേണ്ടത്. ദെൻ ഇനി ഇവിടെ നമ്മൾ കുറച്ച് ടേംസ് ഉണ്ട് ഓർത്തിരിക്കേണ്ടത്. ഫസ്റ്റ് തിങ് ഈസ് റീകോയിൽ എനർജി ആൻഡ് ദെൻ ഐസോമർ ഷിഫ്റ്റ്, ദെൻ ക്വാഡ്രപോൾ സ്പ്ലിറ്റിംഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു സോഴ്സ് ഗാമ റേസിനെ എമിറ്റ് ചെയ്യുമ്പോൾ സാമ്പിൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അബ്സോർബർ അതിനെ അബ്സോർബ് ചെയ്യുന്നു, ഡിറ്റക്ടർ ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻ മീൻസ്, നമ്മളിപ്പോൾ ഒരു ഗണ്ണിലൊക്കെ നിങ്ങൾക്ക് അറിയാവും അല്ലേ, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കോട്ട് പോകുന്നുണ്ടല്ലോ. ഇറ്റ് ഈസ് ലൈക്ക് റീകോയിൽ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു എമിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എനർജി നഷ്ടമാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഗെറ്റ്സ് കുറച്ച് ബാക്കോട്ട് പോയിട്ട് അങ്ങനെ എനർജി ലൂസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾക്ക് എമിറ്റ് ചെയ്യുന്ന സെയിം ടൈമിൽ കുറച്ച് എനർജി ലൂസ് ആയി പോകും. അതിനെയാണ് നമ്മൾ റീകോയിൽ എനർജി എന്ന് പറയുന്നത്. സപ്പോസ് നമ്മളിപ്പോൾ ഇവിടെ ഹിയർ നമ്മൾക്ക് ഒരു 12 കിലോ ജൂൾ ആണ് വരുന്നതെങ്കിൽ, 12 കിലോ ജൂൾ ആണ് വരുന്നതെങ്കിൽ എമിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ആകെ 10 കിലോ ജൂളെ അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി 2 കിലോ ജൂൾ നമുക്ക് നഷ്ടമായിപ്പോയി. ഓക്കെ, അപ്പൊ ആ ഒരു എനർജീനെ പറയുന്നതാണ് റീകോയിൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ that is R is equal to rho square by 2m. This is one important equation, just remember it. R is equal to recoil energy is equal to rho square divided by 2m. Rho is the density and m is the mass. Okay, so gamma count, and here നമ്മൾ millimeter per second ലാണ് നമ്മൾക്ക് എന്ത് വരുന്നത്, ഇതിന്റെ ഒരു സ്പീഡ് അത് ഫ്രീക്വൻസി വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ റീകോയിൽ എനർജി. അതായത് നമ്മൾ ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എനർജി ലൂസ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജി ലോസ് തടയാൻ വേണ്ടിയിട്ട് മോസ്ബെർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സോഴ്സും ഈ അബ്സോർബർ ഒക്കെ നമ്മൾ എന്ത് സർഫസിൽ വെച്ചു എന്ന് വെച്ചാൽ ഒരു വൈബ്രേറ്റിംഗ് സർഫസിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക, ഒരു വൈബ്രേറ്റിംഗ് സർഫസിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ബാക്കോട്ട് എനർജി ലൂസ് ആവില്ല, ഈക്വൽ ആയിട്ട് എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അതായത് ഒരു വൈബ്രേറ്റിംഗ് സർഫസിൽ രണ്ടും വെക്കുന്ന സമയത്ത് ഈ ഗാമ റേ എമിറ്റ് ചെയ്യുന്ന സമയത്ത് എനർജി ബാക്കോട്ട് പോയിട്ട് ലൂസ് ആവില്ല, കാരണം ഇത് വൈബ്രേറ്റ് ചെയ്യല്ലേ. സോ അത് നമുക്ക് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു എനർജി റീകോയിൽ എനർജി ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വൈബ്രേറ്റിംഗ് സർഫസ് വെച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒരു പ്രത്യേക സ്പീഡിലായിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും അത് പോകുന്നുണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, ഡോപ്ലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു എഫക്റ്റിനെ പറയുന്നതാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ എങ്ങനെയാണ് ഈ സാമ്പിളിനനുസരിച്ചിട്ട് സോഴ്സ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു വൈബ്രേറ്റിംഗ് സർഫസിൽ വെക്കുന്ന സമയത്ത് അത് ഈക്വൽ ആയിട്ട് പോകും. ഇതിനെയാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റീകോയിൽ എനർജി ആ ഒരു ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, സോ ഒരു ഇക്വേഷൻ ഉണ്ട്, E1 is equal to E0 into 1 plus V by C. ഓക്കെ, V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. സോ ഇപ്പം നമുക്ക് വെലോസിറ്റി ഓഫ് ദ സോഴ്സ് ആണ്. ഓക്കെ, ഞാനൊരു ഈ ഇക്വേഷൻ വെച്ചിട്ട് പറയാം, നിങ്ങൾക്ക് ഒരു ഡോപ്ലർ എഫക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ ഇതിലിട്ടത്. അതായത് ഇപ്പോൾ നമ്മളുടെ സോഴ്സ് മൂവ് ചെയ്യുന്നില്ല എന്ന് കരുതുക. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് മൂവിങ്, അപ്പോൾ വെലോസിറ്റി 0 ആവും, റൈറ്റ്. സോ ഈ ഒരു ടേം 0 ആയി പോകുമ്പോൾ E1 വിൽ ബിക്കംസ് E0, റൈറ്റ്. അപ്പോൾ അതൊരു കറക്റ്റ് എനർജി ഈക്വൽ ആവും. പക്ഷെ നമ്മൾക്ക് എന്ത് വേണം എനർജി, നമുക്ക് ഗാമ റേയുടെ എനർജി എത്ര ഉണ്ടാവണം, 14.4 കിലോ ഇലക്ട്രോൺ വോൾട്ട് ഉണ്ടെങ്കിലേ അബ്സോർബ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു വെലോസിറ്റിയിൽ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ, അതായത് അത് മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ആ ഒരു എനർജി കിട്ടത്തുള്ളൂ. ഓക്കെ, ഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ബേസ് വെക്കുന്ന സമയത്ത് ഇറ്റ്സ് ഗെറ്റ്സ് വൈബ്രേറ്റഡ് ആൻഡ് ദ സോഴ്സ് ആൻഡ് സാമ്പിൾ അത് ഒരു ഡിഫറെന്റ് സ്പീഡിലായിട്ട് അത്
മൂവ് ചെയ്തു പോകും. ഓക്കെ, അതാണ് ഈ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ഇവിടെ കാണിക്കുന്നത്. ഈ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിനെയാണ് നമ്മൾ ഡോപ്ലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവണ്ട. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന സമയത്ത് യൂഷ്വൽ കേസിൽ ഒരു കുറച്ച് ബാക്ക്വേർഡ് എനർജി നഷ്ടമായി പോകുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ അത് നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ട് മോസ്ബെർ ഒരു ബേസ് വെച്ചു. ഇറ്റ്സ് ക്വൈറ്റ് വൈബ്രേറ്റിംഗ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഴ്സ് സാമ്പിളും അത് ഡിഫറെൻറ്റ് സ്പീഡിലായിട്ട് അതിന് മൂവ് ചെയ്യാൻ പറ്റും. സോ നമ്മൾക്ക് ഒരു എനർജിയും നഷ്ടമാവത്തില്ല. അതുകൊണ്ടാണ് ആ ഒരു ഫ്രീക്വൻസിനെയാണ് ഹിയർ ഡോപ്ലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഐസോമർ ഷിഫ്റ്റ്? ഇപ്പം നമ്മൾ NMR സ്പെക്ട്രത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഏത് സ്പീഡിലാണോ എവിടെയാണ് നമുക്ക് ട്രാൻസിഷൻ നടക്കുന്നത് അവിടെയാണ് നമുക്ക് പീക്സ് ഒബ്സർവ് ചെയ്യുക, റൈറ്റ്? അപ്പോൾ ഏത് സ്പീഡിലാണോ ട്രാൻസിഷൻ നടക്കുന്നത് ആ ഒരു ഷിഫ്റ്റിനാണ് നമ്മൾ ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻസ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, so del is equal to C into RE square minus R0 square psi into psi absorber minus psi source. Okay, so here ഈ psi എന്ന് പറയുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്, absorbed electron density, and here this is a source in the electron density. Okay, so C is a constant and R is the radius of the atom in the excited state and R0 is the radius of the atom in the ground state. Okay, അപ്പോൾ നമ്മൾ യൂഷ്വലി ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ റേഡിയസ് ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു വാല്യൂ നെഗറ്റീവ് ആവും. ഓക്കെ, സോ ഈ ഒരു ഡെൽ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡെൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് ഇലക്ട്രോൺ ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഐസോമർ വാല്യൂ ആണ് ഈ ഒരു ഡെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൗ ഇറ്റ്സ് ചേഞ്ചസ്, ആ ഒരു കെമിക്കൽ ഷിഫ്റ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു ഡെൽ വാല്യൂവിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഉണ്ടാവുന്നത്. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ഗ്രാഫ് കണ്ടല്ലോ, റൈറ്റ്? അപ്പം ഇതിപ്പോൾ 0 വാല്യൂ ആണ്. ഓക്കെ, ഇങ്ങോട്ട് വരുന്നത് മൈനസ് ആൻഡ് ഇങ്ങോട്ട് വരുന്നത് +1. ഓക്കെ, അപ്പോൾ എവിടെയാണോ ഇലക്ട്രോൺ ഡെൻസിറ്റി അതിനനുസരിച്ചിട്ട് ഷിഫ്റ്റ് നടക്കും. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചു വെക്കുക. ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. എസ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് ഡെൽ വാല്യൂ കുറയും. ഓക്കെ, ഡി ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് ഡെൽ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അതായത് ഡി ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ ഡെൽ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഡിയിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് നമ്മളുടെ ഐസോമർ ഷിഫ്റ്റ് വാല്യൂ ഇസ് ഓൾസോ ഇൻക്രീസസ്. പക്ഷെ എസിനുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. Fe2+ ആൻഡ് Fe3+. നിങ്ങളുടെ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അയണിന്. ഓക്കെ, ഈ ഫോറൻസിക് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം Fe2+ വരുമ്പോൾ നമുക്കറിയാം എന്താ കോൺഫിഗറേഷൻ വരുന്നത്? 3d6 4s0 ആണ്. Fe3+ ആവുന്ന സമയത്ത് d5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതിലാണ് ഡി ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ളത്? 3d6ലാണ്, റൈറ്റ്? അപ്പോൾ ഡെൽ വാല്യൂ ഹിയർ 1.5 ആണ് ഏകദേശം വരുന്നത്, ഇവിടെ 0.7 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ഡി ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് ഡെൽ വാല്യൂ ഇൻക്രീസസ്. ഓക്കെ, ഇവിടെ എസ് ഇല്ല, എസ് 0 ആണ് രണ്ട് കേസിലും. അങ്ങനത്തെ കേസിൽ നമ്മൾ ഡി നോക്കും. അപ്പോൾ ഡി ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ ഡെൽ വാല്യൂ ഇൻക്രീസസ്. ദാറ്റ്സ് വൈ Fe2+ ഈസ് എന്താണ് വാല്യൂ ആണ് കൂടുതൽ ഉണ്ടാവുന്നത് Fe3+നെക്കാളും. ഓക്കെ, ഒരു ട്രിക്ക് കൂടെ പറഞ്ഞു തരാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതൽ ഏതിനാണോ അപ്പോൾ ഡെൽ വാല്യൂ കുറയും. ഓക്കെ, അത് രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെക്കാം. സോ ഡി ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെൽ വാല്യൂ ഇൻക്രീസസ്. ദാറ്റ്സ് വൈ Fe2+ is more than Fe3+. ഓക്കെ, ഡെൽ വാല്യൂ ഇതിനായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇനി എക്സാം ചോദിച്ചു കണ്ടുന്ന വേറൊരു എക്സാമ്പിൾ ടിന്നിന്റെ കേസാണ്. tin 2+, tin 4+. ദിസ് ഇസ് 5s2 5p0. ദിസ് ഇസ് 5s0 5p0. സോ എസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഏതിലാണ് കൂടുതൽ? tin 2+ലാണ് എസ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ളത്. സോ എസ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ ഡെൽ വാല്യൂ കുറയുക ചെയ്യുന്നത്. സോ Sn2+ ഈസ് ലെസ് ദാൻ Sn4+. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതിനാണോ കൂടുതലുള്ളത് അവിടെ ഡെൽ വാല്യൂ കുറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചിലപ്പോൾ Fe2+ ആൻഡ് Fe3+ തന്നിട്ട് ഇതിൽ ഏതിനാണ് ഡെൽ വാല്യൂ കൂടുതൽ എന്നൊക്കെയാണ് ചോദിക്കുക. സോ പ്ലീസ് ഡു റിമെമ്പർ ദിസ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ് കൂടുതൽ അതിന് ഡെൽ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. ഡി ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻക്രീസസ്, ഡെൽ വാല്യൂ ഇൻക്രീസസ്.
S electron density increases, del value decreases. ഓക്കെ, പിന്നെ ഇതിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ലോ സ്പിൻ കോംപ്ലക്സും ഹൈ സ്പിൻ കോംപ്ലക്സും, റൈറ്റ്? അതായത് കാർബണിൽ CN അങ്ങനത്തെ പെയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇലക്ട്രോൺസ് പെയറപ്പ് ചെയ്യും, റൈറ്റ്? അതാണ് നമുക്ക് ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആൻഡ് Fe3+ ഹൈ സ്പിന്നും ഉണ്ട്. രണ്ട് കേസും എടുത്ത് നോക്കാം, ഇതിൽ ഏതിനാണ് ഡെൽ വാല്യൂ കൂടുതലുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ലോ സ്പിൻ ആവുന്ന സമയത്ത് T2G, യു നോ ദാറ്റ് T2G EG രണ്ട് ഓർബിറ്റൽസ് ഉണ്ട്. T2Gയിലായിരിക്കും എല്ലാം ഓക്യുപ്പൈ ചെയ്യുക, റൈറ്റ്? ലോ സ്പിൻ ആവുന്ന സമയത്ത് എല്ലാം പെയർ ചെയ്യും. സോ ഇറ്റ് കംസ് T2G6. പിന്നെ ഹൈ സ്പിന്നിന്റെ കേസിലാവുന്ന സമയത്ത് എന്താണ്, അത് പെയറപ്പ് ചെയ്യില്ല, T2G3 EG2. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു EG ഓർബിറ്റലിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് EGയിൽ വരുന്നത് DZ² ആൻഡ് Z ഓർബിറ്റൽ വരുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അത് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അതിന് കൂടുതൽ S ഇലക്ട്രോൺ ഡെൻസിറ്റീനെ എന്ത് ചെയ്യാൻ പറ്റും, ഷീൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ കൂടുതൽ ഷീൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് D ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. സോ ഹൈ സ്പിന്നിനായിരിക്കും എന്ത് വരുന്നത്, ഹൈ സ്പിന്നിനായിരിക്കും ലോ സ്പിന്നിനേക്കാളും ഡെൽ വാല്യൂ കൂടുന്നത്. അത് ഓർത്ത് വെക്കുക, കാരണം ലോ സ്പിന്നിൽ ഇത് ന്യൂക്ലിയർ ആക്സിസ് തന്നെയാണ് വരുന്നത്, പെട്ടെന്ന് ബോണ്ടിങ്ങിൽ വരില്ല. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, ഹൈ സ്പിന്നിനായിരിക്കും ഡെൽ വാല്യൂ കൂടുതൽ വരുന്നത്. ഓക്കെ, സോ ലോ സ്പിന്നിനേക്കാളും. പിന്നെ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുന്ന സമയത്ത് +2 കുറവുള്ളതിനായിരിക്കും കൂടുതൽ വരുന്നത്, റൈറ്റ്? സോ ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. Fe2+ ഹൈ സ്പിൻ ഈസ് ഗ്രേറ്റർ ദാൻ Fe2+ ലോ സ്പിൻ, then Fe3+ ഹൈ സ്പിൻ, then Fe3+ ലോ സ്പിൻ. ഈ ഒരു ഓർഡർ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വരുന്നത് FeF2, FeCl2, FeBr2, FeI2. അപ്പോൾ ഇവിടെ നോക്കാം, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള ഇതിനാണ്, ഫ്ലൂറിനാണ് കൂടുതലുള്ള, അല്ലേ? അപ്പോൾ അത് കൂടുതൽ എന്താണ്, ഇലക്ട്രോണിനെ പുൾ ചെയ്യാൻ ടുവാർഡ്സ് ഇറ്റ് സെൽഫ് പുൾ ചെയ്യാൻ ചെയ്യുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് S ഇലക്ട്രോൺ ഡെൻസിറ്റി എന്താ ചെയ്യുന്നത്, അത് കുറഞ്ഞു പോകും, റൈറ്റ്? S ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞു പോകും. അങ്ങനെ കുറയുന്ന സമയത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏതിനാണോ കൂടുതലുള്ളത് അതിനായിരിക്കും ഡെൽ വാല്യൂ കൂടുന്നത്. അപ്പോൾ ഇത്രയൊന്ന് ഓർത്ത് വെക്കുക, ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ദെൻ ഹൈ സ്പിൻ, ലോ സ്പിൻ കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം വിത്ത് മോർ എക്സാമ്പിൾ. സോ ഇത്രയും നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ക്വാഡ്രിപോൾ സ്പ്ലിറ്റിംഗ്. ഓക്കെ, ക്വാഡ്രിപോൾ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ, നമ്മളുടെ സ്പെക്ട്രയിൽ എത്ര പീക്സ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അപ്പോൾ രണ്ട് കാര്യങ്ങളെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി അസിമെട്രി, എത്രത്തോളം അസിമെട്രിക് ആണ് അവിടെ എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ദ സെക്കൻഡ് തിങ് ഈസ്, അതായത് ഈ അസിമെട്രി തന്നെ നമുക്ക് രണ്ട് കൈൻഡ് അസിമെട്രി ഉണ്ട്. ഒന്ന് ലിഗാൻഡ് അസിമെട്രി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രോൺ അസിമെട്രി. ഓക്കെ, അതായത് ഈ രണ്ട് അസിമെട്രിക്ക് അനുസരിച്ചിട്ടാണ് ഈ നമ്മളുടെ സ്പെക്ട്രയിലെ പീക്സ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി ഇതിന് ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാല്യൂ മസ്റ്റ് ബി, അതായത് ന്യൂക്ലിയർ ആംഗുലർ മൊമെന്റം മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1/2. അതായത് ഹൈഡ്രജനെ പോലുള്ളതിലൊന്നും സംഭവിക്കില്ല, അത് 1/2നേക്കാളും കൂടുതൽ ആവണം. സോ ഐ വിൽ എക്സ്പ്ലെയിൻ യു. ഫസ്റ്റ് നമുക്ക് ലിഗാൻഡ് അസിമെട്രി പറയാം. ഓക്കെ, ജനറലി നമുക്ക് വീക്ക് ആയിട്ടായിരിക്കും സ്പെക്ട്ര കിട്ടുന്നത്. ഇപ്പോൾ FeCN6 4-. സി, ഇവിടെ എല്ലാ ലിഗാൻഡ്സും CN ആണ്, ഓൾ ആർ സെയിം. സോ ദർ ഇസ് നോ അസിമെട്രി. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, സിംഗിൾ പീക്ക് ഒബ്സർവ്ഡ്. ഓക്കെ, ഇനി ഒരു CN പകരം ഒരു NO ഓക്യുപ്പൈ ചെയ്തെന്ന് കരുതാം. FeCN5NO ഒരു NO ഓക്യുപ്പൈ ചെയ്ത വാട്ട് വിൽ ഹാപ്പൻസ്, ലിഗാൻഡ് അസിമെട്രി വന്നു, റൈറ്റ്? നമ്മൾ സ്ട്രക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം 5 CNഉം ഒരു NO വരുമ്പോൾ തന്നെ ലിഗാൻഡിൽ ഒരു അസിമെട്രി വന്നു. സോ ഡ്യൂ ടു ദാറ്റ് റീസൺ നമുക്ക് 2 പീക്സ് ഒബ്സർവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു ലോ സ്പിൻ ആയ കേസിൽ നമ്മൾക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടാണ് പീക്സ് വരുന്നത്. വലിയ ഗ്യാപ്പ് വരില്ല, കുറച്ച് ക്ലോസ് ആയിട്ടായിരിക്കും പീക്സ് വരുന്നുണ്ടാവുക. ദെൻ ഇനി നമുക്ക് രണ്ട് കണ്ടീഷൻ നോക്കാം. ഒന്ന് സ്പിൻ ഫ്രീ, അതായത് നമുക്ക് ഹൈ സ്പിന്നിൽ എങ്ങനെയാ നോക്കാം. FeSO4 7H2O, ദിസ് ഇസ് ഹൈ സ്പിൻ. ഓക്കെ, ഹൈ സ്പിൻ ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പെയറപ്പ് ചെയ്യില്ല, T2G4 EG2 ആണ്. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഇലക്ട്രോൺ അസിമെട്രി ഇസ് പ്രസന്റ്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, റൈറ്റ്? അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ രണ്ട് പീക്സ് ഒബ്സർവ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് Fe2+. ദെൻ FeCl3, Fe3+ നോക്കാം.
ഇവിടെ നോക്കുമ്പോൾ നോക്കൂ T2G3 Eg2 നമ്മൾക്ക് ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അപ്പോൾ ദർ ഇസ് നോ ഇലക്ട്രോൺ അസിമെട്രി, ഹെൻസ് 1 പീക്ക്. അപ്പോൾ അസിമെട്രി ഉണ്ടാവുന്ന സമയത്ത് 2 പീക്സ് കാണും, അസിമെട്രി ഇല്ലെങ്കിൽ ഓൺലി 1 പീക്ക് ഈസ് ഒബ്സർവ്ഡ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, എന്താണ് സംഭവിക്കുക, അതായത് Fe2+ന്റെ കേസിൽ ഫസ്റ്റ് നമ്മൾ ഹൈസ്പിന്റെ കേസിൽ Fe2+ ഹൈസ്പിന്നിൽ നമുക്ക് 2 പീക്സ് കാണും. Fe3+ന്റെ കേസിൽ നമുക്ക് എന്താവും, ഒരു പീക്കേ കാണുന്നുള്ളൂ. നെക്സ്റ്റ് സ്പിൻ പെയർ കോംപ്ലക്സ്, അതായത് ലോ സ്പിൻ കോംപ്ലക്സ്. ലോ സ്പിൻ കോംപ്ലക്സ് വാട്ട് ഹാപ്പൻസ്, K4FeCN6 3H2O, Fe2+ is T2G6 Eg0. ഇവിടെ നമ്മളെല്ലാം പെയറപ്പ് ചെയ്യും. പെയറപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അസിമെട്രിയേ ഇല്ല, സോ നമ്മൾക്ക് ഒരൊറ്റ പീക്ക് ആയിരിക്കും ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ K3FeCN6 എടുക്കുന്ന സമയത്ത് Fe3+, ഇവിടെ നമുക്ക് T2G5 ആണ്, റൈറ്റ്. There is a electron asymmetry is there, so hence 2 peaks are observed. So ആ ഒരു അസിമെട്രി വരുന്ന സമയത്ത് നമുക്ക് സിംഗിൾ പീക്ക് ആയിരിക്കില്ല, 2 പീക്സ് കാണും. ദാറ്റ് ഈസ് ദ ക്വാഡ്രപോൾ സ്പ്ലിറ്റിംഗ്. ഓക്കെ, asymmetry if is not there, then single peak is observed. ഓക്കെ, ഇനി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിൻ ക്രോസ് ഓവർ ആണ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, യൂഷ്വലി ഹൈ ടെമ്പറേച്ചറിലാവുന്ന സമയത്ത് ഹൈ സ്പിൻ ക്രോസ് ഓവർ ആണ് നടക്കുന്നത്, ലോ ടെമ്പറേച്ചറിലാവുന്ന സമയത്ത് ലോ സ്പിൻ ക്രോസ് ഓവർ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം, Fe phenanthine twice NCS twice. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഹിയർ, സോ ഇതെന്ന് പറയുന്ന ഒരു D6 കോംപ്ലക്സ് ആണ് ആൻഡ് ദിസ് ഇസ് ഹൈ സ്പിൻ. ഓക്കെ, ഹൈ സ്പിൻ ആണ്. അപ്പോൾ നമ്മൾക്ക് അറിയാം ഇവിടെ എന്തുണ്ട്, ഒരു ഇലക്ട്രോണിക് അസിമെട്രി ഈസ് പ്രസന്റ് ആൻഡ് ലിഗാൻഡ് അസിമെട്രി ഓൾസോ പ്രസന്റ് ഹിയർ. സോ വാട്ട് വിൽ ഹാപ്പൻ, നമ്മൾക്ക് 2 പീക്സ് ഒബ്സർവ്ഡ്, റൈറ്റ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ 155 കെൽവിൻ ആവുന്ന സമയത്ത് യു ക്യാൻ സീ ദിസ് ഗ്യാപ്പ്, ദിസ് ഇസ് 3 mm/s. ഈ രണ്ട് പീക്കും തമ്മിലൊരു ഗ്യാപ്പ് കാണാം, കുറച്ച് കൂടുതലാണ്, റൈറ്റ്. പക്ഷേ നമ്മൾ ടെമ്പറേച്ചർ ലോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ലോ സ്പിന്നാണ് പ്രിഫർ ചെയ്യുന്നത്, റൈറ്റ്. സോ ഇതിലെ കുറച്ച് ഭാഗം, ഈ ഒരു D6 കുറച്ച് ഭാഗം എന്ത് ടേൺ ആവും, ഇറ്റ്സ് ടേൺസ് ടു ലോ സ്പിൻ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, ആ ഒരു പീക്സ് തമ്മിലുള്ള ഗ്യാപ്പ് കുറയും. ഓക്കെ, ഗ്യാപ്പ് കുറയുന്ന ലോ സ്പിൻ ആവുന്ന സമയത്താണ്. സോ ദാറ്റ് ഈസ് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. രണ്ട് പീക്സ് കാണും, പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന സമയത്ത് ലോ സ്പിൻ ആവുന്ന സമയത്ത് ഗ്യാപ്പ് കുറയും. സോ ഇതിനെ നമ്മൾ സ്പിൻ ക്രോസ് ഓവർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് നമുക്ക് 3D സീരീസിൽ മാത്രമേ നടക്കത്തുള്ളൂ. 4D ആൻഡ് 5Dയിൽ ഒരു സ്പിൻ ക്രോസ് ഓവർ നടക്കുന്നില്ല, കാരണം അവിടെ ഓൾറെഡി നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ലോ സ്പിൻ ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഹൈ സ്പിൻ ആയി, അത് ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴാണ് ലോ സ്പിൻ ആവുന്നത്. പക്ഷെ ഹൈ ടെമ്പറേച്ചറിൽ ഓൾറെഡി ലോ സ്പിൻ ആണെങ്കിൽ അഗെയിൻ ഒന്നും സംഭവിക്കില്ല. ഓക്കെ, സ്പിൻ ക്രോസ് ഓവർ സംഭവിക്കില്ല, ലോ സ്പിൻ ആയിട്ട് തന്നെ ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ യൂഷ്വലി ഹൈ ടെമ്പറേച്ചറിൽ ഹൈ സ്പിൻ ക്രോസ് ഓവർ ആണ് പ്രിഫർ ചെയ്യുന്നത്, ലോ ടെമ്പറേച്ചറിൽ ലോ സ്പിൻ ക്രോസ് ഓവർ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഹോപ്പ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഗാമാ റേ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിയാണ്, ഗാമാ റേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, രണ്ട് സ്റ്റേറ്റിലുള്ള ട്രാൻസിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഗാമാ റേയുടെ എനർജി എന്ന് പറയുന്നത് 14.4 കിലോ ഇലക്ട്രോ വോൾട്ട് ആണ്. സോ അബ്സോർബർ ആൻഡ് സോഴ്സ് വിൽ ബി ദ സെയിം, ഓൺലി ദാറ്റ് സ്റ്റേറ്റ് ഈസ് ഡിഫറെൻറ്റ്. ദെൻ വാട്ട് ഹാപ്പൻസ്, നമ്മൾക്ക് ഐസോമർ ഷിഫ്റ്റ് എന്താണ്, ഡോപ്ലർ ഫ്രീക്വൻസി, റിക്കോയിൽ എനർജി, ഇതെല്ലാം പറഞ്ഞു. ഐസോമർ ഷിഫ്റ്റിൽ നമ്മൾ പറഞ്ഞു ആ ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റിനെയാണ്, ദാറ്റ് ഡിപ്പെൻസ്, ഡെൽ വാല്യൂസ് ഡിപ്പെൻസ് ഓൺ ദി ഇലക്ട്രോൺ ഡെൻസിറ്റി. ഇഫ് d ഇലക്ട്രോൺ ഡെൻസിറ്റി ഇഫ് ഈസ് മോർ, ദെൻ ഡെൽ വാല്യൂ ഓൾസോ മോർ. s ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ഡെൽ വാല്യൂ ഡിക്രീസസ്. ഓക്കെ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓർത്ത് വെക്കുക, ഹൈ ആവുന്ന കേസിൽ ഡെൽ വാല്യൂ ലോ ആയിരിക്കും. ഓക്കെ, ദെൻ ഹൈ സ്പിൻ കോംപ്ലക്സും ലോ സ്പിൻ കോംപ്ലക്സും നമ്മൾ പറഞ്ഞു. ഹൈ സ്പിന്നിന്റെ കേസിലായിരിക്കും എപ്പോഴും എന്തായിരിക്കുന്നത്, അവിടെ ഈക്വലി അതായത് പെട്ടെന്ന് EG ഓർബിറ്റൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം, അതായത് നമ്മളിപ്പോൾ ലോ സ്പിന്നിന്റെ കേസിൽ ജനറലി വാട്ട്സ് ഹാപ്പനിങ്, നമ്മൾക്ക് CO CN അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ലോ സ്പിൻ കോംപ്ലക്സിൽ വരുന്നത്, റൈറ്റ്. അപ്പൊ അത് ബാക്ക് ഡൊണേഷൻ നടക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, അതിന്റെ S ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്, റൈറ്റ്. അപ്പൊ അങ്ങനെ കൂടുന്ന സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ, ഡെൽ വാല്യൂ കുറയും, റൈറ്റ്. സോ ഡെൽ വാല്യൂ വിൽ ബി മോർ ഫോർ ദ ഹൈ സ്പിൻ കോംപ്ലക്സ്
ആൻഡ് ക്വാഡ്രിപോൾ സ്പ്ലിറ്റിംഗ് നമ്മൾ പറഞ്ഞു മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അസിമെട്രി ഇസ് ദർ, ആ ഒരു പീക്ക് രണ്ട് പീക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇഫ് അസിമെട്രി ഇസ് നോട്ട് ദർ ഓൺലി വൺ പീക്ക് ഈസ് ഒബ്സർവ്ഡ്. ആൻഡ് രണ്ട് കേസിൽ നമ്മൾ പറഞ്ഞു. പിന്നെ സ്പിൻ ക്രോസ് ഓവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ജനറലി ഹൈ സ്പിൻ ക്രോസ് ഓവർ ആണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ടെമ്പറേച്ചർ വെൻ ഇറ്റ് റെഡ്യൂസ്ഡ് വട്ട് വിൽ ഹാപ്പൻ, ലോ സ്പിൻ ക്രോസ് ഓവർ ആണ് നമ്മൾക്ക് പ്രിഫർ ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് എ ഹൈ സ്പിൻ കോംപ്ലക്സ്, നമുക്ക് ഹൈ സ്പിൻ ക്രോസ് ഓവർ ആണ് നടക്കുന്നതെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന സമയത്ത് അതിൽ കുറച്ച് വിൽ ടേൺ ടു ലോ സ്പിൻ. സോ ദാറ്റ്സ് വൈ ആ ഒരു രണ്ട് പീക്സ് തമ്മിലുള്ള ഗ്യാപ്പ് കുറയുന്നത്. അപ്പോൾ പീക്സ് തമ്മിൽ അത്ര ഗ്യാപ്പ് ഇല്ലെങ്കിൽ ദാറ്റ് മീൻ ദാറ്റ്സ് എ ലോ സ്പിൻ. ഓക്കെ, നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഹൈ സ്പിൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.